ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓംലെറ്റ്, ബുൾസൈ, എഗ് ബജി, മുട്ടക്കറി, മുട്ട പുഴുങ്ങിയത് ഇതൊക്കെ എപ്പോഴും കഴിക്കുന്ന സാധനങ്ങളല്ലേ. നമുക്കിന്ന് മുട്ടയുടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം നോക്കിയാലോ. അതായത് ഗാർലിക് വെച്ചുള്ള ഒരു വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് താമസിക്കാതെ തുടങ്ങിയാലോ. ഞാൻ അതിനായിട്ട് ഇവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കോഴിമുട്ടയോ താറാവ് മുട്ടയോ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ ഉണ്ണിയൊക്കെ നല്ലതുപോലെ ഉടയുന്ന പോലെ ശരിക്കും ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം ചൂടാനായിട്ട് വെക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്നതോടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടറൊക്കെ മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 10-12 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ. ഈ സമയത്ത് ഒരു 10-12 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ മുട്ടത്തോരനൊക്കെ ഇളക്കുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട്, അതായത് ഒരുപാട് ചെറിയ പീസല്ല, ഒരു മീഡിയം പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു കാരണവശാലും ഒരുപാട് ചെറിയ പീസുകളായി പോകരുത്. നമുക്കിതുപോലത്തെ ഒരു മീഡിയം പീസുകളായിട്ട് വേണം കിട്ടാനായിട്ട്. ഇതുപോലത്തെ ഈ ഒരു സൈസിലുള്ള പീസാക്കി എടുക്കുക. ഇനിയിപ്പോൾ മുട്ട ഒന്ന് വേകുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് വെന്ത് പോകണ്ട. നമുക്ക് മുട്ട ഇത്ര വെന്താൽ മതിയാവും. നമുക്കിനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഇപ്പോൾ വേറൊരു ബൗളിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇത് സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ ബട്ടർ വീണ്ടും ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നതോടെ വരെ വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ബട്ടർ പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബട്ടറൊക്കെ മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും ബട്ടറും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും അത് രണ്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുവരെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു 1/2 കപ്പേ ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ബാക്കിയോട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എല്ലാം ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പാല് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇനിയിപ്പോൾ നമുക്കതിലേക്ക്
ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കോൺഫ്ലോർ ഇട്ടേക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തിക്കാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. അത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പം അതൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ഗ്രേവി നല്ല തിക്നെസ്സോടുകൂടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് അതാണ് കറക്റ്റ് പരുവം. ഇനിയിപ്പോൾ നമുക്കൊരു ഫ്ലേവറിനായിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചിക്കൻ മസാലയുടെ ആ ഫ്ലേവർ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് മാഗിയുടെ മസാല ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഒരു പിഞ്ച് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഗ്രേവിയിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുട്ടയുടെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ എല്ലാ പീസുകളിലേക്ക് ആ ഗ്രേവി നല്ലതുപോലെ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ ഗ്രേവിയൊക്കെ മുട്ടയുടെ എല്ലാ പീസുകളിലേക്കും തന്നെ ആയിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗാർലിക് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഉണ്ടാക്കാനായിട്ടും വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നമുക്കെന്തായാലും എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചുകൂടെ നോക്കാം അല്ലേ. അങ്ങനെ ഗാർലിക് വെച്ചുള്ള മുട്ടയുടെ നമ്മുടെ റെസിപ്പി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓ, അടിപൊളി കേട്ടോ. ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല. നല്ല ക്രീമിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ കോൺഫ്ലവർ ഇട്ടേക്കുന്നുണ്ട്. ആ തിക്നെസ് നമ്മളല്ല, ക്രീമിയാണ്. പിന്നെ ഗാർലിക്കിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ ചില്ലി ഫ്ലേക്സിൻ്റെ ഒക്കെ ആ ഒരു ചെറിയൊരു എരിവും സൂപ്പറായിട്ടുണ്ട്. ബ്രെഡിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. ബ്രെഡ് റോൾ ചെയ്ത് കഴിക്കാൻ നല്ലതായിരിക്കും കേട്ടോ. ചപ്പാത്തിയോടൊക്കെ റോൾ ചെയ്ത് കഴിക്കാൻ നല്ലതായിരിക്കും. ബ്രെഡിൻ്റെ കൂടെ സൂപ്പറായിരിക്കും കേട്ടോ. ബ്രെഡിൻ്റെ അത് സാൻഡ്വിച്ച് പോലെ വെച്ച് കഴിക്കാനായിട്ട് നല്ലതായിരിക്കും. സൂപ്പർ. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ എന്തായാലും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. നല്ല സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം കേട്ടോ.